ഇപ്പോൾ നമ്മോടൊപ്പം മാലാ പാർവതി, നടി മാലാ പാർവതി തന്നെ ചേരുന്നുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഇതുവരെ നാം കേട്ടിരുന്ന അമ്മയിലെ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് പല വിധത്തിലും ആശങ്കപ്പെടുത്തുന്ന വലിയ ഗ്രാവിറ്റിയുള്ള പല സംഭവങ്ങളും അതിലേക്ക് കടന്നുകയറ്റങ്ങളുണ്ടെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയത്. നവോത്ഥാന കേരളത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായി ഈ സാംസ്കാരിക ഇടത്തേക്ക് ചില കടന്നുകയറ്റങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നാടിനെ അറിയിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് മറുപടിയായി ശ്വേതാ മേനോൻ പറഞ്ഞതുപോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പല വാക്കുകളും ഉപയോഗിച്ചാണ്. ഓടിളക്കി വന്ന 10-15 പേർ എന്നാണ് നിങ്ങളെ വിശേഷിപ്പിച്ചത്. അല്ല, ഇന്ന് മാലാ പാർവതി അടക്കം മുമ്പോട്ട് വെച്ചത് കാരണം ആ അഭിമുഖത്തിൻ്റെ ഒരു BJP നേതാവിൻ്റെ അമ്മയിൽ അംഗമല്ലാത്ത BJP നേതാവിൻ്റെ അഭിമുഖം വരെ എടുത്ത് കാട്ടിയിരുന്നു. അതെ, അത് എനിക്ക് ആശങ്ക ഉണ്ടാക്കിയത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവിചാരിതമായി കാണുന്നതാണ് BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള പത്മജ മേനോൻ മാഡം. അവര് പറയുന്നു അമ്മ സംഘടനയെ കുറിച്ച് അവിടെ 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയിൽ അവിടെ തരുമായിരുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അത്ര അവരോടൊരു താല്പര്യക്കുറവ് വന്നത് എന്ന് പറയുന്ന അവരുടെ വലിയൊരു ഇന്റർവ്യൂവിൽ വന്ന ഈ ഒരു ഭാഗം എന്നെ ഞാനത് എന്താണ് അത്ഭുതപ്പെടുത്തി. കാരണം ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടില്ല. അല്ല, ശ്വേത വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് 1500 രൂപ കൂട്ടിത്തരാം, അതിനൊരു സ്പോൺസർഷിപ്പ് ഉണ്ടാവും, അതുപോലെ ഞങ്ങൾ തായ്ലാൻഡിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയും അവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി എല്ലാവരോടും ഇങ്ങനെ ഒരു വലിയ തുക വരുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും പൈസ കിട്ടുമെന്ന് ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞതായിട്ട് അറിഞ്ഞിരുന്നു. അപ്പൊ നമ്മളിത് അതിശയിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പൈസ ഇങ്ങനെ ചാരിറ്റബിൾ ഓർഗനൈസേഷന് വരുന്ന, അവർക്ക് അങ്ങനെ അതൊരു നിയമം അനുവദിക്കുന്നില്ല. ഒരു പ്രത്യേക പൈസ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അംഗങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റില്ല. അത് വെളിയിലുള്ളവർക്കാണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ വലിയ പൈസ വരുന്നത്? നമ്മളുടെ ഒരു നമ്മളുടെ തന്നെ ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ആണ് നമ്മൾ സാധാരണഗതിയിൽ പൈസ ഉണ്ടാക്കി നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്താണ് ഈ പരിപാടിയിൽ നിന്ന് അന്വേഷിക്കുന്നതിന് മറുപടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചത്. ഇത് എന്താണ് എന്ന് ഞങ്ങൾ അറിയണ്ടേ, നമുക്കറിയണ്ടേ, നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സംഘടനയ്ക്കകത്ത് ഇതിന് ഉത്തരവില്ലെങ്കിൽ നമ്മൾ വെളിയിൽ ചോദിക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ, ആശങ്കയോടെ ചോദിച്ചതാണ്. കൃത്യം അത് കേരളത്തിന് അറിയേണ്ടതുമാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വാർത്താ സമ്മേളനം ആ അർത്ഥത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക മുഹൂർത്തത്തിൽ. മാത്രമല്ല ശ്രീമതി മാലാ പാർവതി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു. ഇങ്ങനെ അവശ്യ കലാകാരന്മാർക്കടക്കം സഹായിക്കുന്നതിന് അദാനിയിൽ നിന്നും 15 കോടി പിന്നീട് BJP സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞ് നടിമാരെ ആക്കാമെന്ന് വാഗ്ദാനം നൽകി, അങ്ങനെയും ഒരു ആരോപണം ഉണ്ടല്ലോ. അല്ല, അത് ഞാനല്ല പറഞ്ഞത്. അത് ഈ അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നുകൊണ്ടിരുന്നപ്പോ, അവർ രണ്ട് കണക്കിനെ സംബന്ധിച്ച് തർക്കം ചോദ്യോത്തരം നടന്നുകൊണ്ടിരുന്നപ്പോ, അതായത് ശ്വേത ആണല്ലോ ജനറൽ ബോഡി, അവിടെ ഭരണസമിതി തെരഞ്ഞെടുത്ത് വരുന്നത്, അതിന് മുമ്പുള്ള അഡ്ഹോക് കമ്മിറ്റിയാണ്. അപ്പൊ ആ കണക്ക് ബാബുരാജ് ഇവരെ ബോധ്യപ്പെടുത്തി ഇവരാണ് അവതരിപ്പിക്കേണ്ടത്, ഇവരുടെ ഇതിലാണ്. അപ്പൊ അത് നമ്മൾ ഇലക്ഷൻ നടന്ന ജനറൽ ബോഡിയിൽ തന്നെ 3 മാസത്തിനുള്ളിൽ അവരുടെ കണക്ക് ഇന്റേണൽ ഓഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. പക്ഷെ അത് പിന്നെയും വലിച്ചു നീട്ടി 10 മാസമായിട്ട് കണക്ക് കാണിച്ചില്ല, ആരുടെയും കണക്ക് ശരിയായില്ല. അപ്പോ അതിനെക്കുറിച്ചുള്ള സംസാരത്തിൽ ഇവർ തരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് സത്യം പറഞ്ഞാൽ കുറെ വഴക്ക് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമല്ലോ. അപ്പോഴാണ് ശ്വേത ഇറങ്ങി പെട്ടെന്ന് പോകുന്നത് കാണുന്നത്. അപ്പൊ എവിടെയാണ് ഈ ഓടുന്നത് നോക്കിയപ്പോഴാണ് അതിന് മുമ്പ് ബാബുരാജ് ഇങ്ങനെ പറഞ്ഞു വന്നത്, അതായത് 2 കോടി രൂപ നിങ്ങൾ BJPയുടെ ഇവിടെ ഇലക്ഷൻ നിർത്താൻ വേണ്ടി വാങ്ങിയില്ലേ എന്ന്. അപ്പൊ അതിനൊരു മറുപടി പറയാൻ നിൽക്കാതെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാതെ, അതിനോടൊരു ഞാൻ ഇതിന്റെ പേരിൽ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച് പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അത് നമുക്ക് വളരെ വിചിത്രമായി തോന്നി. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാ പോരെ. അപ്പം ശരി, വേറൊരു നിലയ്ക്ക് അവിടെ ഒരു ചർച്ചയുണ്ടായത് അമ്മ ഈ സംഘടനയിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് സിനിമയുടെ ഇടയിലോ ഇത്രയും അധികം സിനിമാ നടിമാർ ഇലക്ഷൻ നിന്നിട്ടുമില്ല. അപ്പോ അതൊരു ഉത്തരം പറയേണ്ടതായിരുന്നു ശ്വേത. അവരുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അവരവിടെ നിന്ന് അത് ഖണ്ഡിക്കണമായിരുന്നു. അവർക്ക് അങ്ങനെ എന്തിനാണ് ഇറങ്ങി ഓടിയത് എന്നുള്ള ഒരു വിഷയം. അപ്പോൾ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങി ഓടിയത് എന്ന് കരുതേണ്ടി വരും.
അതവർ ഉത്തരം പറയുന്നത് വരെ നമുക്ക് ഇതിനകത്തൊരു തീരുമാനത്തിലും എത്താൻ കഴിയില്ല. നമ്മളൊരു ഉത്തരവും പറയുന്നില്ല. നമ്മളതിന് ഒരു വ്യക്തിയാണ്, നമ്മൾ അതിന്റെ ഉത്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. അവർ ഉത്തരം പറയണം. കാരണം ലക്ഷ്മിപ്രിയ വന്ന് മത തീവ്രവാദിയാണെന്ന് പറയുകയാണ് അൻസിബെ, എന്നിട്ട് ഒരു തെളിവും കൊടുക്കാതെ പോവുകയാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ സ്വാതന്ത്ര്യം വരുന്നത്? ഓരോ ആരോപണങ്ങൾ വെച്ചിട്ട് പിന്നെ ഒരു ആരോപണം വെക്കുക, അതിന് തെളിവ് കൊടുക്കാതിരിക്കുക, പിന്നെയും ആരോപണം വെക്കുക, ജിഹാദി എന്ന് വിളിക്കുക, ആരോപണം വെച്ച് കഴിഞ്ഞാൽ അത് ആക്ഷേപ രൂപേണ ആയിക്കോണം, അല്ലാതെ അവർക്ക് തെളിവ് കൊടുക്കാനോ അവർ ഉത്തരവാദിത്വം ഒന്നും പറ്റിട്ടില്ല. അല്ല, മതേതരത്വം ചോരാത്ത ഒരിടമാണ് സിനിമാ മേഖല. ഇതുവരെയും പല വിധത്തിലുള്ള ജീർണതകൾ എല്ലാ മേഖലയിലും ഇതില്ലായിരുന്നു. പിന്നല്ലാതെ, അതായത് CPM-ലോ CPI-ലോ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ BJP-യിലോ ഒക്കെയുള്ള നേതാക്കൾ, ശ്രീ സുരേഷ് ഗോപി അടക്കം ആ സംഘത്തിലുണ്ടല്ലോ. അവിടെ ശ്രീ ദേവൻ ഉണ്ട്, അദ്ദേഹം BJP ആണ്, പലരും ഉണ്ട്. അവിടെ ഒരിക്കലും ഈ ഒരു അജണ്ട 32 വർഷത്തിൽ വന്നിട്ടില്ല. ഇത് എവിടുന്നാണ് വരുന്നത്? അവരാരും ഇതിനകത്തോട്ട് രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ചെറുക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു വ്യക്തി 10 മാസം അനുഭവിക്കുകയാണ് ഒരു മതത്തിന്റെ പേരിൽ. അങ്ങനെ അത് ആ കുട്ടി ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ലക്ഷ്മിപ്രിയയുടെ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇത് ഇങ്ങനെയാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരിക്കുന്നത്, പണം ധൂർത്തടിക്കരുത്, പണം കക്കരുത്, അല്ലെങ്കിൽ ഇത് അനാവശ്യ ചെലവാണ്, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ വ്യക്തിഹത്യ നടത്തും എന്ന്. അപ്പോൾ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വിലക്ക് വരുത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ പൈസ വരുത്താൻ തടസ്സം നിൽക്കുന്ന ഒരാളായ അൻസിബയുടെ മതം മുസ്ലിം ആയതുകൊണ്ട് ആ കുട്ടിയെ എല്ലാ തരത്തിലും ഒഴിവാക്കാൻ വേണ്ടി മനസ്സ് മടുപ്പിക്കുക, അതിലങ്ങനെ ഇറക്കിപ്പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുക. പക്ഷെ അൻസിബ ഒരു പ്രത്യേക സിദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് അതിന്റെ നേരെ ഓരോ വരുന്ന അസ്ത്രവും ഓരോ ഇതും അതിനൊരു പെട്രോൾ പോലെ അതെടുക്കും, അത് കൂടുതൽ ആളിക്കത്തും. അതാണ് ആ കുട്ടി. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമായതുകൊണ്ട് നമ്മളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ തളർന്നു പോകും അറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴേ. അതെ അതെ, മറ്റൊരു രീതിയിൽ ഒരു ദൗർബല്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കലാകാരി തന്നെ ഇല്ലാതായി പോയനല്ലേ. പിന്നെ അതിന് കൂടുതൽ ഊർജ്ജമാണ് കിട്ടുന്നത്. അത് ഉടനെ ഞാൻ തെറ്റ് ചെയ്യാത്തതിന് ഞാനിത് എടുക്കില്ല, ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു ആവേശം, അത് ഒരു ആവേശത്തോടെ അത് കാര്യങ്ങളെ അകത്ത് ഭയമില്ലെന്ന് സങ്കടമില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതിന് ഒറ്റപ്പെടുമ്പോ വിഷമമൊക്കെ ഉണ്ടാവാം, പക്ഷെ അതിനൊരു അങ്ങനെയല്ല, ഞാൻ തോൽക്കില്ല എന്ന് കണ്ണ് താഴ്ത്തിയിട്ടില്ല അതിനുശേഷം, മനസ്സിലായോ? അത് വീണ്ടും എന്നെ വഴി കിടക്കുന്ന അടിയാ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകില്ല എന്ന് പറയുന്ന ഒരു ആർജവത്തോടെ അതിന്റെ കണ്ണിലെ ആ തിളക്കം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കാരണം എന്തെല്ലാം പറഞ്ഞു, സ്വന്തം അച്ഛനെ ചേർത്ത് വരെ പറഞ്ഞിട്ടും ആ കുട്ടി എന്നെ ലേശം പോലും ഉപയോഗിച്ചില്ല. അത് കള്ളക്കഥയാണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഒരു കുട്ടിയാണ്. വെരി ഗുഡ്. അതൊരു സ്ത്രീപക്ഷ പോരാട്ടത്തിന്റേതാണ്, അത് സമൂഹം സ്ത്രീപക്ഷ പോരാട്ടമാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ശ്വേത മാത്രമാണോ സ്ത്രീ? ശ്വേത എന്ന വ്യക്തി ഇല്ലെങ്കിൽ ഇനി അമ്മയിൽ സ്ത്രീപക്ഷമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമുക്ക് അതിശയമാണ് തോന്നുന്നത്. കാരണം സ്ത്രീ ആണോ പെണ്ണോ എന്നുള്ളതല്ല, ഒരു പെൺകുട്ടി ഇത്രയും വിഷമിച്ച് അതിനെ ചേർത്ത് നിർത്താൻ പറ്റിയില്ല. 2 സ്ത്രീകളായിട്ട് ആക്രമിച്ചപ്പോഴേ ആ കരുതലും കൂടെ അല്ലേ സ്ത്രീ എന്ന് പറയുമ്പോ. അപ്പൊ അൻസിബ എന്തുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അത് അങ്ങനെ ഒരിടത്തും നമ്മൾ അത് പോലീസിന്റെ അടുത്ത് ഓടിപ്പോയി, ഗവൺമെന്റിന്റെ അടുത്ത് ഓടിപ്പോയി, എവിടെ പോയി, അതിന് ഒരിടത്തും അത് കോടതിയിൽ നിന്നാണ് അതിന് നീതി കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പൊ വന്ന് നമുക്ക് സംസാരിക്കാനും പറ്റുന്നത്. അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവളെന്തോ വിഡിതം പറഞ്ഞ പോലെ ആയിപ്പോയേനെ. എന്നിട്ടും ചാനലുകൾ നമ്മളെ കോമാളികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഗതികേടിനെ, ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന്. ഇവിടെ സ്ത്രീപക്ഷത്തിലെ ഒരു മോളസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പീഡനത്തിന് മാത്രമേ നമ്മുടെ നാട്ടിൽ വിലയുള്ളൂ. മാനസികമായി ഈ തരത്തിൽ സ്ലട്ട് ഷെയിം ചെയ്ത് നമ്മളെ ഇല്ലാതാക്കുന്നതിന് വിലയില്ലേ? അങ്ങനെ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെ കോമാളികൾ എന്നാണോ വിളിക്കേണ്ടത്? എന്തൊരു നീതിയാണത്? പക്ഷെ അത് ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. കാരണം അതിലെ സ്ത്രീപക്ഷ പോരാട്ടത്തെ, മറ്റു കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞ സ്ത്രീപക്ഷ പോരാട്ടത്തെ, അതിലെ അനീതിക്കെതിരായ പോരാട്ടത്തെയൊക്കെ. ശ്രീമതി മാലാപർവതി, ഈ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് മുന്നിലെത്തി, അമ്മയ്ക്കുള്ളിലല്ല പുറത്തെത്തി ഞങ്ങളോടടക്കം പറഞ്ഞത്, പരസ്യമായി പറഞ്ഞത് അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെക്കുന്ന ആണെന്ന്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും? അറിയില്ല, അവര് തന്നെയല്ലേ വ്യക്തമാക്കേണ്ടത്. ഇമോഷണൽ എക്സ്പ്ലോഷന്റെ പുറത്ത് പോയി എന്നാണ് പറയുന്നത്. ഇത് ആൾക്കാർ പറയുന്നത് കഴിഞ്ഞ കുറെ നാളായിട്ട് എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇതുപോലെ ഇമോഷണൽ എക്സ്പ്ലോഷൻ ആയിരുന്നു. അപ്പൊ അവർക്കൊരു പക്വത കുറവുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഒരു അമ്മ പ്രസിഡന്റിന് വേണ്ട ഒരു വേറൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു MLA-യുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തുവിടുന്ന സംസാരിച്ച അവരുടെ അനുവാദമില്ലാതെ പുറത്തുവിടുന്ന രീതി, അവരുടെ അപക്വമായ ചില കാര്യങ്ങളെല്ലാം നമുക്ക് അവരെ കാണുമ്പോൾ ഉള്ള ഗൗരവം അവരുടെ പെരുമാറ്റത്തിലില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അതാണ് ഈ ശ്വേതാ മേനോന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീമതി മാലാ പാർവതി വായിച്ചോ? വായിച്ചു. അതിനോടുള്ള ഒരു പ്രതികരണം കൂടി. അത് പിന്നെ നമ്മൾക്ക് ശ്രീ മോഹൻലാൽ ഞങ്ങളുടെ അടുത്ത് ലാൽ സർ വന്ന് പറഞ്ഞത് ജനറൽ ബോഡിയിൽ നിങ്ങളുടെ ജനറൽ ബോഡിയുടെ തീരുമാനത്തിലൊപ്പമാണ് ഞാൻ എന്നുള്ളതാണ് ഞങ്ങൾ അവസാനം അദ്ദേഹത്തിന്റെ കേട്ടത്. അപ്പൊ അദ്ദേഹവും ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും അദ്ദേഹം ഞങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന അമ്മയുടെ തന്നെ ഏറ്റവും വലിയ എല്ലാവരുടെയും അവർ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അമ്മ സംഘടനയിൽ. അപ്പൊ അവിടെ നേരിട്ട് അവർ പറയാതെ പക്ഷെ ആരും വിശ്വസിക്കുമെന്ന് തോന്നില്ല. കാരണം അല്പം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ അടക്കം അശ്ലീലം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ലെ ഫോണിൽ പറഞ്ഞത് അശ്ലീലം പറഞ്ഞത്. ഞാനൊന്നും ഒരിക്കലും ഒരാളെയും അശ്ലീലം പറയാറില്ല. എത്രയോ നാളായി അറിയാവുന്നതാണ് തീർച്ചയായും. ഭാഷ പോലും ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്റെ ഭാഷ ഒരിക്കലും പാളാറില്ല. ഞാൻ വളരെ സൂക്ഷിച്ച് ഈശ്വരനാണ് വാക്കെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വാക്കുകൾ അങ്ങനെ പാളില്ല. അപ്പൊ പാളാറില്ല. വീട്ടിൽ ചിലപ്പോ മകനെ വഴക്ക് പറയുമ്പോഴൊക്കെ അങ്ങനെ അല്ലാണ്ട് ഒന്നും എന്റെ വാക്ക് പാളിപ്പോവാറില്ല. അപ്പൊ ആ തരത്തിൽ നമ്മൾ അത് അത്രയും ബഹുമാനത്തോടെയാണ് വാക്ക് ഉച്ചരിക്കുന്നത്. ഞാനൊക്കെ അശ്ലീലം പറഞ്ഞു എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. എത്ര ആധികാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ വാക്ക് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരിൽ നിന്ന് നമ്മൾ നേരിട്ട് കേട്ടാൽ മാത്രമേ ഞങ്ങളിത് വിശ്വസിക്കുള്ളൂ. അല്ലെ അവരെ എഴുതണം. അങ്ങനെ അല്ല പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവർക്ക് സപ്പോർട്ട് ആവാം. അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് അതാ പറഞ്ഞത്. ഞങ്ങളായിരിക്കാം തെറ്റ്, അവർക്ക് അതായിരിക്കും ശരിയെന്ന് തോന്നുന്നത്. എല്ലാ പക്ഷവും ഞങ്ങളുടെ പക്ഷവും അവർ കേട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവര് പറയുന്നത് അവരുടെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്വേത എലക്ഷനും ജയിക്കണം. തിരിച്ചു വന്ന അമ്മയിൽ ഇലക്ഷനും ജയിക്കണം. അടുത്ത വർഷം ഇലക്ഷൻ വരുമല്ലോ. അപ്പൊ അവരെ എവിടെ ജയിച്ച് കാണിക്കണം. വീണ്ടും വന്ന് അവരെ വിശ്വാസത്തിലെടുത്ത് അമ്മ സംഘടനയിൽ വീണ്ടും അവര് പ്രസിഡന്റ് ആയിട്ട് വരട്ടെ.